എല്ലാവർക്കും സ്റ്റോറി ഓഫ് അഭിനന്ദിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വെറുതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. നമ്മളെന്തൊക്കെയാണ് ചെയ്തു വിട്ടുന്നതെന്നൊക്കെ ഉള്ളതും നമ്മളെ മേട്ടൊക്കെ പോകണമെന്നും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വെറുതെ ജസ്റ്റ് അതിലൊരു മെമ്മറി മാതിരിയൊക്കെ ഇടാൻ രസമല്ലേ. അപ്പോൾ അതിനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്. അപ്പോൾ എല്ലാവരും കയറി നോക്കുക. ഇങ്ങനെ വീഡിയോസൊക്കെ വരും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രാവിലെ മുതലുള്ള സംഭവങ്ങളുണ്ട്. രാവിലെ നീറ്റ് മുതൽ ഇവിടെ വരെ എടുത്ത വീഡിയോ എടുത്തിന്. ഇപ്പോഴാണ് ഇൻട്രോ പറയുന്നത്. വെയിലാടുന്ന് ഇങ്ങോട്ടാ തോന്നുന്നുണ്ട്, കാണൂല. അപ്പോൾ എല്ലാവരും ഫുള്ള് കാണുക. നമ്മൾ ഡയറക്ഷൻ കിട്ടിയില്ലേ? എവിടേക്കാ പോണേ? കക്കാടംപൊയിൽ. ഈ കക്കാടംപൊയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടും പോകാല്ലേ, റെഡി ആയിട്ടുള്ള സ്ഥലം കിട്ടിയില്ലേ, ആടേക്ക് തന്നെ പോവുക. നമ്മൾ പോണ കേട്ടാന്ന് വെച്ചാൽ കക്കാടംപൊയിൽ പോയേക്ക് നന്നാവുക. ഈ സമയമാകുമ്പോൾ ഇനി പേട്ടോ തന്നെ ഇപ്പോൾ ഏറ്റവും ബെറ്റർ കക്കാടംപൊയിലാണ്. ഏടം പോകാനില്ലെങ്കിൽ കക്കാടംപൊയിൽ പോവുക, അതാണ് വൈബ്. കക്കാടംപൊയിലൊരു മെയിൻ വിഷയമാണ് ഈ കുന്നൊക്കെ കയറി പറഞ്ഞാൽ. പണ്ട് വണ്ടി പോയണ്ടേനി, അപ്പോൾ വണ്ടിയും പോയില്ല. ഈ കുന്ന് മൊത്തം വലിഞ്ഞ് കയറണം, അതാണ് ഇവിടുത്തെ മെയിൻ വിഷയം അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എത്താനായിട്ടുണ്ട് കവളയിൽ ടോപ്പ്. കക്കാടംപൊയിൽ ടോപ്പ് എത്താനായിന്. കക്കാടംപൊയിൽ കാണണേ മുന്നേ ഈ കുന്ന് കയറി എടുക്കാനാണ് പണി. ഇവിടെ ഇപ്പോൾ വണ്ടിയും കൊണ്ടുവരാൻ പറ്റാത്ത ആക്കി കഴിഞ്ഞ് ജീപ്പാർ, അല്ലോ വണ്ടി പോരെ ഇനി ജീപ്പ് ഉണ്ടില്ലേ. ഈ നായ്ക്കൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ മല കയറ്റി വണ്ടിയും കൊണ്ട് മല കയറി കഴിഞ്ഞപ്പോൾ വണ്ടി ഇവിടെ വെക്കാൻ പറ്റില്ലായിരുന്നു. നായ്ക്കളൊന്നും വരത്തിയില്ല. ബുക്കടാ ഫുൾ ഡേഞ്ചർ സ്ഥലമാണ്. ശ്രദ്ധിച്ചടങ്ങിയില്ലെങ്കിൽ നാളത്തെ കണി കാണാണ്ടാവില്ല. ഷുവറാ. മിഥുനെ എങ്ങനെയുണ്ട് പറയ്. മിഥുനെ അങ്ങനെ എപ്പോഴൊന്നും കിട്ടുകയല്ല. മിഥുനെ ഒരു വൈബിനായിട്ട് വന്നാ മിഥുനെ ഈ ആദ്യമായിട്ട് ഇതിനെ കക്കാടംപൊയിൽ ഫസ്റ്റ് ടൈമാ? ഇതെൻ്റെ ലാസ്റ്റ് ടൈം കഴിക്കും ഷുവർ. ഇതാണ് എൻ്റെ ഷാറ് കഴിഞ്ഞു. അന്റെ ചിലതല്ലോ സാറേ തീർന്നായി. ഇത്രേ ഉള്ളൂ അല്ലല്ലോ. ചെറുവാടിക്കാരെ മാറാണെങ്കിൽ സാറേ കീർ വെള്ളം വാങ്ങിയില്ലല്ലോ. അത് വാങ്ങിക്കൂടിയോ? സേ അന്ന് നമ്മൾ വന്നപ്പോൾ എത്രയും 4 രൂപ വെള്ളച്ചുണ്ടേ, എന്നിട്ടും തങ്ങിയില്ല. ഇതാണ് റിസ്വാന്റെ പവറാണ്. റിസ്വാൻ ആണെങ്കിൽ എവിടെയും ഫസ്റ്റ് റിസ്വാനേക്ക് മുന്നേറ്റ. അല്ല റിസ്വാനെ വലിഞ്ഞു കയറും. അതിനൊരു കൈ പോകാനുണ്ട്. അത് പാരമ്പര്യമായിട്ട് കിട്ടുക. ഇവിടെ ഈ കക്കാടംപൊയിൽ എത്ര നമ്മൾ വന്നാലും ഓരോ പ്രാവശ്യം വരുമ്പോഴും എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പിന്നെ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ്. ഇവിടെ ഒരു 10-20 പ്രാവശ്യം ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവും. എന്നാലും പിന്നെ വരുമ്പോൾ ഇവിടെ എക്സൈറ്റ്മെൻറ്റാണ്. അതാണ് ഈ കക്കാടംപൊയിലൊരു ഇത് പറഞ്ഞാൽ. അപ്പം നമ്മളിനി ആ ഏറ്റവും ആടേക്ക് പോവാം. അതാണ് ഇപ്പം ഏറ്റവും ടോപ്പ് കക്കാടംപൊയിലില്ലേ അല്ലല്ലേ? ആ മല ഉണ്ട്, ആടെ ഒരു മല ഉണ്ട്, അതാട്ട ടോപ്പ്. വേറെ സ്ഥലമാണ്. എന്നാലും ഇവിടെ കക്കാടംപൊയിൽ പറഞ്ഞ ഏറ്റവും ടോപ്പ് മല ഇതാണ്. നല്ല പൊറോട്ട ഞാൻ നേരത്തെ പറഞ്ഞേക്കാ. നല്ല പൊറോട്ടയും ബീഫും വേണോ? എനിക്കിപ്പോ വേണോ? വേണം പറ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇതിനേക്കാളും നല്ല വെയിലേനി. അന്ന് നല്ല കയപ്പേനി. ഇന്ന് ഇത്തിരി നേരത്തെ ഇറങ്ങിപ്പോയി. സാധാരണ 5 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ 6 മണിയാകുമ്പോൾ എല്ലാവരും ഇറങ്ങി. ഞാൻ എടാ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയടാ. ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകണൊക്കെ സർവ്വസാധാരണ സംഭവമാണ്. പിന്നെ താക്കോല് തരുന്നിട്ട് താക്കോല് കാണില്ല വീട്ടിൽ നിന്ന് വണ്ടീൻ്റെ. എൻ്റെ അങ്ങനെയല്ലേ? നല്ല ടൈപ്പാലേ.
ഞാൻ 5:06 ഇറങ്ങി കിട്ടും. 5:30 സുക്കൂറിനാണ് എത്തിയില്ലേ? 5:45 എത്തിയില്ല നമുക്ക്. അന്നോട് എപ്പോഴാ ഇറങ്ങാറുണ്ട് ഇനി? 5 എന്നിട്ട് ഇപ്പോൾ ഇറങ്ങി വിളിക്കണ്ടേ? ഒരു ഉത്തരവാദിത്താണല്ലേ? പ്രാവശ്യം വന്നേനില്ലേ സുക്കൂറെ? ടോപ്പ് എന്താ പറയുക, ടെൻ്റൊക്കെ കിട്ടിയിട്ട് അങ്ങനെയൊന്നും പറയല്ലേ. അപ്പോൾ ആരോ നല്ല വൈബിന് ടെൻ്റൊക്കെ കിട്ടി ഇവിടെ നിന്ന് സെറ്റ് അടിപൊളി. ഇങ്ങനെ നിൽക്കണം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ടെൻ്റ് ഇട്ടുണ്ടോ നമുക്ക്? അടുത്ത പ്രാവശ്യം ഫുള്ള് സെറ്റിൽ. ഇനി ഇങ്ങോട്ടില്ല. 10-15 പ്രാവശ്യം ഇപ്പോൾ ഇങ്ങോട്ട് തന്നെ വരുന്നേ. ഇനി ഇങ്ങോട്ടില്ല. ഇനി വേറെ സ്പോട്ട് പിടിക്കണം. സ്പോട്ട് ഇഷ്ടംമാതിരി കിട്ടാണ്ട് അല്ലേ? വട്ടവട ഞാൻ പറയാ, കൈയ്യട്ടെ എന്നിട്ട് പറഞ്ഞുതരാം. ഇടുക്കി പോവാ. നല്ല സ്പോട്ട് ഏത് തന്നെ പറഞ്ഞുതരും. അപ്പം പാടെ എന്തായാലും പോകണമായിരിക്കും. സജഷൻ ചെയ്ത് പോവാ. ഏട്ടെ ഗവി പോകണം. ഗവി പോവാ. ഗവി നല്ല മൈൻഡാ. രസമില്ലാന്നോ? അരജു കഴിഞ്ഞോ? ഇല്ലല്ലോ. ഗവി പോകുമ്പോ എന്താ ചെയ്യണ്ട അറിയോ? നേരത്തെ പോകണം, അല്ലെങ്കിൽ ബസ് ഫുള്ളായി പോകും. അങ്ങനത്തെ ഒരു മലേന്റെ മുകളിൽ നിന്ന് പബ്ജി കളിക്കുന്നു ഗൈസ്. കിട്ടി ഗൈസ്. സിൽവർ മിഥുന് ഭാഗ്യമില്ല. അല്ല ഫണ്ട് കിട്ടിയില്ലേ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണിച്ചുതരാം. ഇവിടെ നിന്ന് ആ സ്പോട്ട് കണ്ടോ? ഏത് അത്? അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തോ വണ്ടി കൊണ്ടൊന്നും കറക്കണൊക്കെ സ്ഥലം. ഇനി ഇപ്പം അങ്ങനെ ആരും വണ്ടിയൊന്നും കൊണ്ടുവരുന്ന കാണാനില്ല. പക്ഷെ ആടുന്ന് കൂടെ നോക്കുമ്പോൾ നല്ല രസം കേട്ടോ വ്യൂ. അതാണ് ഇവിടെ വരുന്നതിൻ്റെ ഏറ്റവും മുഖ്യ കാര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര വന്നാലും ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ കാര്യവും അങ്ങനെ തന്നെ ഉണ്ടാവും. ആ രസം വേറെ. അത് വേറെ ഏടെ പോയാലും കിട്ടില്ല. പിന്നെ അതിനൊരു സമാധാനവും വേറൊരു ഇതില്ല, വേറൊരു ഇത് മാത്രം. അതൊരു ഭംഗി വേറെ തന്നെയാണ്. അടിപൊളി. ഇവിടെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് സ്ഥലമാണിത്. അങ്ങോട്ട് പോണ സ്ഥലവും നല്ല വൃത്തിക്ക് അഡ്വഞ്ചറാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. ആ ടോപ്പ് പോയി നിന്നിട്ട് ഒരു കീട്ടിലെ വീട്ടിൽ ഫോട്ടോ എടുക്കാൻ പറ്റല്ലോ. അത് സീൻ സംഭവിക്കും. നല്ല വൃത്തി സ്ഥലമാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാഴ്ച നല്ല നട്ട് വെയിലത്ത് നാട്ടിൽ പോയി. നല്ല വെയിൽ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ കയറി പോയി. ആദ്യമായിട്ടാണ് ഈ സമയത്തൊക്കെ അവിടെ വരുന്നത്. ഒന്നെങ്കിൽ വരിക വെച്ചാൽ നട്ട് വെയിലത്തോ അല്ലെ വൈകുന്നേരമോ അങ്ങനെ വരുള്ളൂ. അപ്പോൾ കാണിച്ചു തരാം. ഉണ്ടോ? ഏതാ സ്പോട്ട് അറിയോ? കടമ്പയിൽ വന്നാൽ ഇവിടെയൊക്കെ കയറണം. ഇവിടെയൊക്കെ കയറിയാലേ കടമ്പയിൽ വന്നതിന് പുറത്തുള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ല. കടമ്പയിൽ വരിക വെച്ചാൽ ഇതൊക്കെ കാണുക, എന്നിട്ട് പോവുക. അത് എത്ര പ്രാവശ്യം വന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആദ്യം കാണുന്ന ഒരു ഉന്മേഷം ഉണ്ടാവും. അത് ഞാൻ 100% തരാം. അതുണ്ടാവും. എത്ര പ്രാവശ്യം വന്നാലും അപ്പോൾ പിന്നെ ആദ്യം വന്ന കാര്യം തന്നെ ഉണ്ടാവും നമുക്ക്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മലയാണ് ഏറ്റവും ടോപ്പ് മല. അവിടെ നിന്നാണ് നമ്മൾ വന്ന് ഇവിടെ എത്തി. അതിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വന്നിനി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ടോപ്പുള്ള മല അപ്പോൾ ഇതാണ്. ഇത് സംഭവം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചിരുന്നില്ലേ, ഇത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന രസവും ഫോണിൽ കാണുന്ന രസവും മാറ്റണ്ടില്ലേ വിവേകേ? ഫോണിൽ കാണുന്നതും കണ്ണുകൊണ്ട് കാണുമ്പോൾ അമ്മാരി അത്ഭുതമായിരിക്കും. ഫോണിൽ കാണുമ്പോൾ എത്രമാത്രം അതിൽ മാത്രം ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ ഫോണിലല്ല കണ്ട് വന്ന് കാണണം. ഇവിടെ വന്ന് കാണണം. കടമയിൽ വലിയ സംഭവമായിട്ടൊന്നല്ല, ഇവിടെ കാണാനുള്ളതൊക്കെ തന്നെയാണ് പീസ്. അതാണ് നല്ല നേരത്തെ നീറ്റൊക്കെ വരിക വെച്ചാൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വന്നാൽ ഇതിനാണ് വൈബിക്കും. അത് വരുന്ന സമയമുണ്ട് കേട്ടോ. കറക്റ്റ് ഡേ ഒരു ഇതുണ്ട്. ജൂണിൽ വരണം. ജൂണിൽ മഴക്കാലത്ത് മഞ്ഞും മഴ കൂടിയുള്ള സെറ്റ് ആയിരിക്കും. പിന്നെ ഡിസംബറിൽ വരണം. ഈ സമയം എന്ന് പറഞ്ഞാൽ വലിയ മഞ്ഞൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നല്ല നട്ട് വെയിലേക്കും ഉണ്ടാവുക. ഈ സമയത്തല്ല വരേണ്ടത്. ശരിക്കും വരേണ്ട ടൈം പറഞ്ഞാൽ ആ ടൈമാണ്. അതൊക്കെ ആകുമ്പോൾ സെറ്റ് ചെയ്യും.
വേറെ എത്തിക്കും. മറ്റേ ഒരു ചെങ്ങായി പറഞ്ഞ അരി വന്ന വഴി മറക്കരുത് അറിയും. വന്ന വഴി മറന്ന് ഈ കൂടെ പോകേണ്ടത് അറിയില്ല. കയറി ഒരു ആവേശം കയറി പോന്നാ. ഇപ്പോ ഇവിടെ വഴി മറന്നുപോയി. ഈ കൂടെ ചാടായോ മറന്ന്. അങ്ങനെ നമ്മള് കക്കാടമ്പയിൽ ഇറങ്ങി. ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അമ്മാരി ഇറങ്ങി ബെല്ലും ബ്രേക്കും കിട്ടാതെ ഇറങ്ങിയാണ്. കയറുന്ന മാതിരിയല്ല, ഇറങ്ങണതാണ് ബുദ്ധിമുട്ട്. കാട്ടിലൊക്കെ കയറി പോവും, അതാ കുഴപ്പം. അങ്ങനെ ഇറങ്ങിയിട്ടു. ആ സുക്കൂറിന് വന്ന അത്ര ആവേശമല്ല. ചെരുപ്പൊട്ടിയോ സുടിയോ? ചെരുപ്പൊട്ടിയോ? ഈ ചെരുപ്പിന് വലിയ കഥ ഉണ്ട് സുഹൃത്തുക്കളെ. 800 റുപ്യേൻ്റെ ഏതൊരു ബ്രാൻഡ് വാങ്ങിന്? ബ്രിസ്കോ ഏതൊരു സാധനം വാങ്ങി, കിടിലം ബ്രാൻഡ് വാങ്ങി. 800-900 റുപ്യേൻ്റെ. പള്ളിയിൽ പോയി മച്ചാന് നിസ്കരിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ചെരുപ്പാടല്ല. ഏതോ സ്റ്റുഡിയോയിലെ ലോക്കൽ ചെരുപ്പ് വെച്ചിട്ട് ആരോ മച്ചാനെ ചാമ്പി. ഇതൊക്കെയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 400 റുപ്യേൻ്റെ സ്റ്റുഡിയോയിലെ ചെരുപ്പാണ്, ലോക്കൽ സാധനം. മച്ചാനെ കിട്ടി ചാമ്പല്, അതാണ് ചാമ്പല്. അതും പെരുന്നാളല്ലേ? പെരുന്നാളിനല്ലേ? ആ കുട്ടീനെ മുന്നേ എന്റെ ഓറ പോയി. ഇന്ന് പറയാ ചെരുപ്പ് പോയി, ഓറ പോയി. സുക്കുറെ ഞാറ്റ് പോണ്ടേ, ഇനി പോയി ചത്താല്. സുക്കുറിനെ കളവേണ്ട ചെരുപ്പ്. സ്റ്റുഡിയോന്റെ ചെരുപ്പ് സൂപ്പർ ചെരുപ്പ്. 800 റുപ്യ എടുത്തു. ചാമ്പൊക്കെ കണ്ടപ്പോഴേക്കും നിർത്തി. എന്താ കൊട്ടയൊക്കെ പറഞ്ഞ് മൊത്തം എടുത്തിട്ടുണ്ടാവാനുള്ള പരിപാടിയാ. പിന്നെ ചോദിക്കാ തല്ലിട്ടോക്ക് കിട്ടോ? ആരും അല്ലല്ലോ ഇത്. നല്ല നാച്ചുറൽ ചാമ്പൊക്കെ കേട്ടോ. അതെ, ആ ഒരു വെയിറ്റിൽ ചെറിയ വിഷയമുള്ളൂ. നാച്ചുറൽ സാധനം ആണോ? ചാമ്പക്കാണോ? എന്താടാ അത്? പിന്നെ ഈ ഹെൽമെറ്റ് ഞങ്ങളെ വെക്കട്ടോ വണ്ടിയിൽ. ആരൊന്നും അറിയില്ല കേട്ടോ. കട്ട് പറിക്കാണ് വിവേകിന്. പിന്നെ അതിനൊരു പ്രത്യേക കഴിവാ. അപ്പോൾ നാട്ടിലെത്തിന്. അപ്പോൾ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ചില്ലാക്കി ഇവിടെ എത്തി. ഇനി അടുത്തൊരു വ്ളോഗായിട്ട് ഇനി കാണാം. ഇനി മിക്കവാറും ചെറുവാടി ഫസ്റ്റ് ഇറക്കുന്നുണ്ട്, അതിൻ്റെ ഒരു വ്ളോഗ് നോക്കട്ടെ ഇൻഷാ അല്ലാഹ് ഉണ്ടായിക്കോന്ന്. അപ്പം ഇനി അപ്പം കാണാം. അപ്പോൾ ഓക്കെ.